അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയുടെ ശരിക്കുള്ള അർത്ഥം പോലും അറിയാത്തവരായി മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന ഈ കലിമത്തു ഷഹാദയുടെ, കലിമത്തു തൗഹീദിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിന്റെ ഖുർആൻ 21-ാം അധ്യായം സൂറത്ത് അൽ അംബിയാ അതിന്റെ 25-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, നബിയെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ ദൂതന് വഹി നൽകിയിട്ടല്ലാതെ, ആ ദൂതന് നാം വഹി അറിയിച്ചുകൊണ്ടല്ലാതെ ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. എന്താണ് കൊടുത്ത വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ എന്ന ദിവ്യബോധനം കൊടുക്കാതെ ഒരൊറ്റ പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ 21-ാം അധ്യായത്തിന്റെ 25-ാമത്തെ